ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. നിരവധി ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ മത്സരത്തിൽ 6 മത്സരങ്ങൾ നീണ്ട മുംബൈയുടെ വിജയക്കുതിപ്പിന് തടയിട്ട് ഗുജറാത്ത് ടൈറ്റൻസ്. അവസാന പന്ത് വരെ ആവേശം നീണ്ട മത്സരത്തിൽ 3 വിക്കറ്റുകൾക്കാണ് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയത്. ഈ ജയത്തോടെ 11 മത്സരങ്ങളിൽ നിന്ന് 8 വിജയങ്ങളുമായി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്താനും ഗുജറാത്ത് ടൈറ്റൻസിനായി. നമ്മൾ ഈ മത്സരത്തിന്റെ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ മത്സരത്തിന്റെ റിസൾട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഇമ്പാക്ട് ചെയ്ത 2-3 ഇൻസ്റ്റൻസസ് അതിനെക്കുറിച്ച് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി. ഈ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെട്ടത് അവസാന പന്തിലാണ്. എ ഗെയിം ഓഫ് ക്ലോസ് മാർജിൻസ് എന്ന് പറയാം. ഈ മത്സരത്തിന്റെ 2 ഇന്നിംഗ്സിലും നടന്ന ഓരോ സംഭവങ്ങൾ, അവിടെ അവരുടെ പ്ലേയേഴ്സ് കാണിച്ച ഗെയിം അവയർനെസ്. മുംബൈ ഇന്ത്യൻസ് ബാറ്റ് ചെയ്യുന്നു. 20-ാം ഓവറിലെ 4ാമത്തെ പന്ത്. ആ പന്തിൽ കോർബിൻ ബോഷ് ഡബിൾ നൈറ്റ് ഓടുമ്പോൾ ജോസ് ബട്ട്ലറിലേക്ക് വന്ന ത്രോ എന്ന് പറയുന്നത് ഒന്ന് സ്ലോ ആയിരുന്നു, അത് മാത്രമല്ല വൈഡ് ആയിരുന്നു. ആ സമയം ബട്ട്ലർ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ആ പന്ത് സ്റ്റംപിലേക്ക് തിരിച്ചു വിട്ടു. അവിടെ കോർബിൻ ബോഷ് റൺഔട്ടായി. എന്നാൽ ഈ മത്സരത്തിലെ അവസാന പന്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഈ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീട്ടാൻ മുംബൈ ഇന്ത്യൻസിന് അവസരമുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആ ത്രോ മിസ്സായി. 3 സ്റ്റംപും പാണ്ഡ്യയ്ക്ക് വിസിബിൾ ആയിരുന്നു. അതായത് കൃത്യമായിട്ട് എയിം ചെയ്ത് ത്രോ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഹാപ്പൻസ്. ആ ഒരു മൊമെന്റിൽ അത് കൃത്യമായിട്ട് ഹിറ്റ് ആയിക്കൊള്ളണം എന്നില്ല. പ്രഷർ സിറ്റുവേഷൻ ആണ്. എന്നാൽ അവിടെ സംഭവിച്ച മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ദീപക് ചഹാർ ബോൾ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഫോളോ ത്രൂവിന് ശേഷം അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിന്നു. അതായത് പാണ്ഡ്യ എറിഞ്ഞു കൊള്ളിക്കുന്നെങ്കിൽ എറിഞ്ഞു കൊള്ളിക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിന്നു. എന്നാൽ ആ സമയം ചഹാർ ഒരു ബോളിംഗ് എൻഡിലേക്ക് വന്നിട്ട് ആ ത്രോ ഇനി ഇച്ചിരി വൈഡ് ആണെങ്കിലും നേരത്തെ ബട്ട്ലർ ചെയ്തതുപോലെ കളക്ട് ചെയ്തിട്ട് റൺഔട്ട് ആകാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ മത്സരം സൂപ്പർ ഓവറിലേക്ക് പോയേനെ. ഇപ്പൊ നമ്മൾ ആ ഒരു ചാൻസ് നോക്കിക്കഴിഞ്ഞാൽ സൂര്യ ഫീൽഡ് ചെയ്തെടുത്തുനിന്ന് കഷ്ടപ്പെട്ട് ഓടി ഏറെക്കുറെ അടുത്തെത്തി. എന്നാൽ ചഹാറിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായിരുന്നു. കാരണം ആ ത്രോ വരുന്ന ലൈൻ എന്ന് പറയുന്നത് ചഹാറിന് കവർ ചെയ്യാവുന്ന ലൈനായിരുന്നു. ആ സമയത്ത് ഒരു എക്സ്ട്രാ എഫേർട്ട്, ആ ഒരു ഗെയിം അവയർനെസ് കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മത്സരം സൂപ്പർ ഓവറിലേക്ക് പോയേനെ. അവിടെ സംഭവിച്ചത് വലിയൊരു മിസ്റ്റേക്കാണ്. അത് ആ ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണെങ്കിലും അവിടെയാണ് ജോസ് ബട്ട്ലറിന്റെയും ദീപക് ചഹാറിന്റെയും ആ ഒരു ഗെയിം അവയർനെസ് ഉള്ള വ്യത്യാസം റിസൾട്ടിൽ ഇമ്പാക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബോളിംഗ് ആണ് തെരഞ്ഞെടുത്തത്. അതൊരു ക്രൂഷ്യൽ ടോസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മഴയ്ക്ക് സാധ്യതയുള്ളപ്പോൾ നമുക്കറിയാം ഇന്നലെ മഴ 2 തവണയാണ് മത്സരം തടസ്സപ്പെടുത്തിയത്. അങ്ങനെ വരുമ്പോൾ DLS എഫക്റ്റിൽ വരും. അത് കാര്യങ്ങൾ ചേസിംഗ് ടീമിന് കുറച്ചുകൂടി അനുകൂലമാക്കും. അതുകൊണ്ട് തന്നെ GTക്ക് അതൊരു നല്ലൊരു ടോസ് ആയിരുന്നു. ഇനി മുംബൈയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കം വളരെ മോശം ഫീൽഡിംഗ് ആണ് ഗുജറാത്ത് ടൈറ്റൻസ് കാഴ്ചവെച്ചത്. അതായത് പവർ പ്ലേയിൽ അവർ യഥേഷ്ടം ക്യാച്ചുകൾ കളഞ്ഞു. അതും സിമ്പിൾ ക്യാച്ചുകൾ വരെ അവർ ഡ്രോപ്പ് ചെയ്തു. ആ ഒരു ഫേസ് നോക്കിയാൽ മുംബൈ ഇന്ത്യൻസ് സ്കോർ ചെയ്ത 56 റൺസാണ്. അവിടെ എടുത്തു പറയേണ്ടത് നല്ല ഫോമിലുള്ള സൂര്യകുമാർ യാദവും വിൽ ജാക്സൺ തന്നെയാണ് ആ ഒരു സ്കോറിംഗിന് വേഗം കൂട്ടിയത്. കാരണം ഓപ്പണേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ റിക്രൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ 2 പന്തിൽ 2, രോഹിത് ശർമ്മ 8 ബോളിൽ 7. ഇപ്പോൾ ക്യാച്ചുകൾ എടുത്തിരുന്നെങ്കിൽ പവർ പ്ലേയിൽ തന്നെ മുംബൈയുടെ ഒരു 4 വിക്കറ്റുകൾ പോകേണ്ടതായിരുന്നു. എന്നാൽ 2 വിക്കറ്റുകൾ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ ഫീൽഡിൽ GT ഉഴപ്പി. അപ്പോൾ ആ ഒരു പവർ പ്ലേയിൽ 56 റൺസ് വന്നു. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ കാർഡ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം 3 ബാറ്റേഴ്സിന് മാത്രമാണ് 2 അക്കം കടക്കാനായത്. ഇപ്പോൾ വിൽ ജാക്സ് 35 പന്തിൽ 53 ഡീസന്റ് ആയിട്ടുള്ളൊരു ഇന്നിംഗ്സ് ആയിരുന്നു. ഒരു ഹാഫ് സെഞ്ചുറി നേടാൻ വിൽ ജാക്സനായി. പിന്നീട് ഓഫ് കോഴ്സ് ലക്ക് കൂടെ ഉണ്ടായിരുന്നു, കാരണം ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് 24 പന്തിൽ 35, സൂര്യയുടെയും ക്യാച്ച് മിസ് ചെയ്തിരുന്നു. പിന്നീട് കോർബിൻ ബോഷ് ആണ് 22 പന്തിൽ 27. അവസാന 2 സിക്സറുകളൊക്കെ അടിക്കാൻ കോർബിൻ ബോഷിനായി. ബാക്കി ആർക്കും 2 അക്കം കടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നമ്മൾ മിഡിൽ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അവര് 59 റൺസ് മാത്രമാണ് സ്കോർ ചെയ്തത്. 6.55 ആണ് ആ ഒരു ഫേസിൽ അവരുടെ റൺ റേറ്റ്. 4 വിക്കറ്റ് നഷ്ടമായി. തുടക്കത്തിൽ അത്രയും ക്യാച്ച് അവർ മിസ് ചെയ്തിട്ടും മിഡിൽ ഫേസിൽ സ്പിന്നേഴ്സിലൂടെ അവർ ശക്തമായിട്ട് മത്സരത്തിലേക്ക് തിരികെ വന്നു. ശുഭ്മാൻ ഗില്ലിന്റെ എക്സലന്റ് ക്യാപ്റ്റൻസിയുമാണ് അത് എടുത്തു പറയണം. ബോളിംഗ് ചേഞ്ച് ആയാലും ഫീൽഡ് പ്ലേസ്മെന്റ് ആയാലും പക്കയായിട്ടാണ് ശുഭ്മാൻ ഗിൽ ചെയ്തത്. പിന്നെ ഡെത്ത് ഓവേഴ്സിലേക്ക് വരുമ്പോൾ 40 റൺസ് മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് എടുക്കാൻ കഴിഞ്ഞത്. ആ ഒരു ഫേസിലെ റൺ റേറ്റ് 8 മാത്രമാണ്. ഇവിടെ ആ കോർബിൻ ബോഷിന്റെ 2 സിക്സറുകൾ വന്നതുകൊണ്ടാണ് ആ ഒരു സ്കോറിലെങ്കിലും എത്തിയത്. അപ്പോൾ അവർ ടോട്ടൽ സ്കോർ ചെയ്തത് 155 റൺസാണ്. നമ്മൾ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ സിറാജ് 3 ഓവറിൽ 29 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. അതുപോലെ അർഷദ് ഖാൻ നന്നായിട്ട് ബോൾ ചെയ്തു. 3 ഓവറിൽ 18 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. പ്രസീദ് കൃഷ്ണ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 37 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. പർപ്പിൾ ക്യാപ്പ് പ്രസീദിനാണ്. പിന്നെ സായ് കിഷോർ സ്പിന്നേഴ്സിന്റെ കാര്യം നോക്കി 4 ഓവർ 34 കൊടുത്ത 2 വിക്കറ്റ്. റഷീദ് ഖാൻ എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്തു. 4 ഓവറിൽ 21 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ഇപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ അത്ര നല്ല ഫോമിലല്ലായിരുന്നു റഷീദ്. പക്ഷേ തന്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ലെങ്തിലേക്കൊക്കെ റഷീദ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതുപോലെ ജെറാൾഡ് കോയറ്റ്സി 2 ഓവറിൽ 10 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു വിക്കറ്റ്. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് പോസ്റ്റ് ചെയ്ത 155 എന്ന് പറയുന്നത് ഒരു ബിലോ പാർ ടോട്ടൽ തന്നെയായിരുന്നു. അത്ര ഡോണ്ടിങ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിരുന്നില്ല. എന്നാൽ പവർ പ്ലേയിൽ മുംബൈ ഇന്ത്യൻസ് ബോളേഴ്സ് നന്നായിട്ട് തന്നെയാണ് തുടങ്ങിയത്. മത്സരവുമായിട്ട് ഓടിപ്പോകാൻ ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റേഴ്സിനെ മുംബൈ ബോളേഴ്സ് അനുവദിച്ചില്ല. അത് മാത്രമല്ല നല്ല ഫോമിലുള്ള സായ് സുദർശന്റെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ വീഴുകയും ചെയ്തു. 5 പന്തിൽ 5 റൺസ് മാത്രമാണ് സുദർശൻ എടുക്കാൻ കഴിഞ്ഞത്. ട്രെന്റ് ബോൾട്ടിനാണ് വിക്കറ്റ്. അത് കഴിഞ്ഞ് ഗില്ലിന് കൂട്ടായിട്ട് ബട്ട്ലർ ക്രീസിലെത്തി. ഇപ്പോൾ പവർ പ്ലേയിൽ 29 റൺസ് മാത്രമാണ് എടുത്തത്. അതായത് മുംബൈ ഇന്ത്യൻസ് 56 റൺസ് സ്കോർ ചെയ്ത സിറ്റുവേഷനിൽ ഏകദേശം 27 റൺസ് കുറവ് ആണ് നമ്മുടെ GTക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. റൺ റേറ്റ് എന്ന് പറയുന്നത് 4.83 ആണ്. ഇപ്പോൾ ശുഭ്മാൻ ഗില്ലൊക്കെ ഭയങ്കര കോഷ്യസ് ആയിട്ടാണ് കളിച്ചത്. അതായത് റണ്ണേ ബോൾ പോലും ശുഭ്മാൻ ഗിൽ എടുത്തില്ല. അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം
നല്ല ബോളിംഗ് ആയിരുന്നു മുംബൈയുടെ. ആ സമയത്ത് വിക്കറ്റ് പോയിരുന്നെങ്കിൽ നമുക്കറിയാം ഇവരുടെ ഒരു മോസ്റ്റ് ഓഫ് ദ സ്കോറിംഗ് ചെയ്യുന്ന ടോപ്പ് 3 ആണ്. അപ്പോൾ ഗില്ലിന്റെ വിക്കറ്റ് പോയിരുന്നെങ്കിൽ ഇവർ കൂടുതൽ സമ്മർദ്ദത്തിലായനെ. എന്നാൽ തന്റെ വിക്കറ്റ് സംരക്ഷിച്ച് തന്നെ ഗില്ല് കളിച്ചു. ഇനി മിഡിൽ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഈ പവർ പ്ലേയിൽ മിസ്സായി പോയ റൺസ് ഇവർ സ്കോർ ചെയ്തത്. മിഡിൽ ഫേസിൽ ഇവർ സ്കോർ ചെയ്തത് 84 റൺസാണ്. റൺ റേറ്റ് എന്ന് പറയുന്നത് 9.33 ആണ്. ഗില്ലും ബട്ട്ലറും ചേർന്ന ആ ഒരു 72 റൺസ് പാർട്ണർഷിപ്പാണ് അവരെ മിഡിൽ ഫേസിൽ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആ ഒരു ഫേസിൽ 59 റൺസാണ് സ്കോർ ചെയ്തത്. അപ്പോൾ ആ ഒരു 25 റൺസ് അധികം എടുക്കാൻ GTക്കായി. അപ്പോൾ ആ പവർ പ്ലേ ഫേസിൽ വന്ന 27 റൺസിന്റെ വ്യത്യാസം അവർ ഓൾമോസ്റ്റ് ഈ ഒരു ഫേസിൽ മറികടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ ഒരു ഫേസിൽ മൊമെന്റം GTയുടെ ഭാഗത്തേക്ക് എത്തിക്കുന്നതിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഓവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ഓവറിൽ 18 റൺസാണ് ഹാർദിക് വഴങ്ങിയത്. ഒരു 11 ബോൾ ഓവർ ആയിരുന്നു. 2 നോ ബോളുകൾ വന്നു. അതിൽ ഒരെണ്ണം കുറച്ച് ടൈറ്റ് കോൾ ആയിരുന്നു. ഒരു ജസ്റ്റ് 1 മില്ലിമീറ്ററിന്റെ വ്യത്യാസമായിരുന്നു. എങ്കിലും വൈഡുകളായാലും നോ ബോളുകളായാലും യഥേഷ്ടം വന്നതോടുകൂടി ആ ഒരു പ്രഷർ GTയിൽ നിന്ന് കുറഞ്ഞു. ആ ഒരു ഓവർ വളരെ ക്രൂഷ്യൽ ആയിരുന്നു. നമുക്കറിയാലോ മഴ 2 തവണയാണ് ഈ മത്സരം തടസ്സപ്പെടുത്തിയത്. അപ്പോൾ DLS സ്കോറിന് എന്തായാലും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇവിടെ ആദ്യത്തെ റെയിൻ ബ്രേക്ക് വരുന്നത് 14ാമത്തെ ഓവറിന് ശേഷമാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഓവറുകളിൽ GT ആ DLS സ്കോറിന് താഴെയായിരുന്നു. എന്നാൽ ഷെർഫൈൻ റുദർഫോർഡിന്റെ ഒരു ബ്ലിറ്റ്സ് ഉണ്ടല്ലോ, ബട്ട്ലറിന്റെ വിക്കറ്റിന് ശേഷം ഷെർഫൈൻ റുദർഫോർഡ് വന്നിട്ട് ഒരു ക്വിക്ക് കമിയോ റോൾ കളിച്ചു. അപ്പോൾ വിൽ ജാക്സനെയൊക്കെ ആദ്യത്തെ 3 പന്ത് ഡോട്ട് ബോൾ ആയിട്ടും പിന്നീട് 3 പന്ത് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതോടെ GT ആദ്യത്തെ റെയിൻ ബ്രേക്കിൽ നമ്മുടെ DLS സ്കോറിന് മുകളിലെത്തി. എന്നാൽ ആ റെയിൻ ബ്രേക്ക് കഴിഞ്ഞ് മത്സരം തുടങ്ങിയതിന് ശേഷം മുംബൈ ഇന്ത്യൻസ് മത്സരം തിരികെ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുംറയുടെ റോളാണ്. ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിരുന്ന ശുഭ്മാൻ ഗില്ലിനെയും അതുപോലെ ഷാരൂഖ് ഖാനെയും ബുംറ പുറത്താക്കി. അതോടെ മത്സരത്തിലേക്ക് മുംബൈ ഇന്ത്യൻസ് തിരികെ വന്നു. അപ്പോൾ 107-2 എന്ന നിലയിൽ നിന്ന് 132-6 എന്ന നിലയിലേക്ക് GT സ്ലിപ്പായി. അതോടെ രണ്ടാമത്തെ റെയിൻ ബ്രേക്ക് 18ാമത്തെ ഓവറിന് ശേഷം രണ്ടാമത്തെ റെയിൻ ബ്രേക്ക് വന്നപ്പോൾ മുംബൈ മുന്നിലായി. അപ്പോൾ മഴ മൂലം മത്സരം അവിടെ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് അവിടെ ജയിച്ചേനെ. എന്നാൽ വിധി അവർക്കെതിരായിരുന്നു. രണ്ടാമത്തെ റെയിൻ ബ്രേക്കിന് ശേഷം മത്സരം 19 ഓവറായിട്ട് ചുരുക്കുകയും അവരുടെ വിജയലക്ഷ്യം 147 ആയിട്ട് പുനഃക്രമീകരിക്കുകയും ചെയ്തു. അവസാന ഓവറിൽ അവർക്ക് വേണ്ടിയിരുന്നത് 15 റൺസാണ്. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗ് സമയത്ത് നമ്മുടെ കോർബിൻ ബോഷിന് കൺകഷൻ സബ്ബായിട്ട് അശ്വിനി കുമാർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം പ്രസീദിന്റെ ഒരു ബൗൺസർ കോർബിൻ ബോഷിന്റെ ഹെൽമെറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൺകഷൻ സബ്ബായിട്ട് വന്ന അശ്വിനി കുമാർ നല്ല ബോളിംഗാണ് കാഴ്ചവെച്ചത്. എന്നാൽ ഈ ഒരു 19ാം ഓവർ ആയപ്പോഴേക്കും ബുംറ, ബോൾട്ട്, അശ്വിനി കുമാർ ഇവർ 3 പേരും അവരുടെ 4 ഓവർ കോട്ട കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നീടുള്ളത് ദീപക് ചഹാറും ഹാർദിക് പാണ്ഡ്യയുമാണ്. ഇവിടെ അവർ ആ ദൗത്യം ഏൽപ്പിച്ചത് ദീപക് ചഹാറിനെയാണ്. കാരണം ഓൾറെഡി ഹാർദിക് പാണ്ഡ്യ എക്സ്പെൻസീവ് ആയതുകൊണ്ടായിരിക്കും നമ്മുടെ ദീപക് ചഹാറിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. എന്നാൽ അത് നന്നായിട്ട് എറിയാൻ ദീപക് ചഹാറിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ആദ്യ പന്തിൽ തന്നെ ജെറാൾഡ് കോയിറ്റ്സ് ഒരു 4 അടിച്ചതോടെ ദീപക് ചഹാറിന്റെ ആ ഒരു കോൺഫിഡൻസ് ചോർന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഒരു 6 കൂടെ അടിച്ചപ്പോഴത്തേന് മത്സരം ഏകദേശം GTയുടെ കയ്യിലായി. അതിനുശേഷം ഒരു ബൗൺസറിൽ കോയിറ്റ്സയെ പുറത്താക്കിയിട്ട് ഒരല്പം പ്രതീക്ഷ, മത്സരം സൂപ്പർ ഓവറിലേക്ക് നീട്ടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയൊക്കെ ദീപക് ചഹാർ കൊണ്ടുവന്നെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ തുടക്കം സൂചിപ്പിച്ചതുപോലെ ആ ഒരു റൺഔട്ട് ചാൻസ് മിസ്സായി. അതോടെ GT കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു ചേസ് ടൈറ്റ് ആയിരുന്നു. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടുകയും മുംബൈയുടെ 6 മത്സരം നീണ്ട വിജയക്കുതിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു. GTയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ശുഭ്മാൻ ഗിൽ 46 മുതൽ 43. ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റ് 100 താഴെയാണെങ്കിലും നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. അതുപോലെ ജോസ് ബട്ട്ലർ 27 മുതൽ 30. പിന്നീട് റുദർഫോർഡ് 15 മുതൽ 27 റൺസ് എടുത്തുള്ളൂ എങ്കിലും ഒരു ഇമ്പാക്ട് ഇന്നിങ്സ് ആയിരുന്നു. പിന്നീട് ജെറാൾഡ് കോയിറ്റ്സി 6 മുതൽ 12, രാഹുൽ തെവാത്തി 8 മുതൽ 11. ഇതൊക്കെ വളരെ ചെറിയ സ്കോർ ആണെങ്കിലും മത്സരത്തിന്റെ റിസൾട്ടിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഇന്നിങ്സുകളായിരുന്നു. ഇനി ഇവരുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 19 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. അതുപോലെ ട്രെന്റ് ബോൾട്ട് 4 ഓവറിൽ 22 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. അതുപോലെ അശ്വിനി കുമാർ 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. ഇവരെല്ലാം 2 വിക്കറ്റ് വീതം എടുത്തു. പിന്നീട് ഒരു വിക്കറ്റ് എടുത്തത് ദീപക് ചഹാറാണ്. പക്ഷേ എക്സ്പെൻസീവ് ആയിരുന്നു. അവസാന ഓവറിൽ 15 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ ദീപക് ചഹാറിന് കഴിഞ്ഞില്ല. ശുഭ്മാൻ ഗില്ലാണ് മാൻ ഓഫ് ദ മാച്ച്. അത് വെൽ ഡിസേർവ്ഡ് ആണ്. ഇപ്പോൾ ബാറ്റിംഗിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് 100 താഴെയാണെങ്കിലും ആ ഒരു ഇന്നിങ്സ് ആ ഒരു ടുഗദർ ആ ഒരു ജെല്ലപ്പ് ചെയ്ത് വെച്ചത് ശുഭ്മാൻ ഗില്ലാണ്. അതുപോലെ തന്നെ എക്സലന്റ് ക്യാപ്റ്റൻസി ആയിരുന്നു. ഞാനത് ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ബോളിംഗ് ചേഞ്ച് ആയാലും അതുപോലെ തന്നെ ഫീൽഡ് പ്ലേസ്മെന്റ് ആയാലും ഒക്കെ പക്കയായിരുന്നു. ഇപ്പോൾ തുടക്കത്തിൽ അത്രയും ക്യാച്ച് മിസ് ചെയ്തിട്ടും ആ ഒരു മിഡിൽ ഓവറിൽ മത്സരം GTയുടെ കൈകളിലേക്ക് തിരികെ വന്നു. അവിടെ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു വിജയത്തോടെ 11 കളികളിൽ നിന്ന് 16 പോയിന്റുമായിട്ട് പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്ത് GT എത്തി. മുംബൈയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 12 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്താണ്. ഇനി മുംബൈക്ക് മത്സരങ്ങൾ ബാക്കിയുള്ളത് പഞ്ചാബുമായിട്ടും ഡൽഹി ക്യാപിറ്റൽസുമായിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ക്രൂഷ്യൽ മാച്ചസ് ആണ്. തീർച്ചയായിട്ടും ഈ 2 മത്സരങ്ങളും ജയിച്ചു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും. എന്നാൽ ഒരു ടോപ്പ് 2 ഫിനിഷ് എന്ന് പറയുന്നത് ബാക്കിയുള്ള റിസൾട്ട് കൂടി അനുസരിച്ചിരിക്കും. GTക്കാണെങ്കിൽ സുഖമായിട്ട് ടോപ്പ് 2 ഫിനിഷ്. ഇനി 3 മത്സരങ്ങളുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ 22 പോയിന്റിലെത്തും. തീർച്ചയായിട്ടും അവർക്ക് സുഖമായിട്ട് ടോപ്പ് 2 ഫിനിഷ് നേടാവുന്നതേ ഉള്ളൂ. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.